എന്തു സർക്കാരാണിത്? ഞാൻ അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോ അപ്പോൾ പറ്റാവുന്ന തന്ത്രങ്ങൾ എടുക്കുക, വിളവുകൾ എടുക്കുക, മനുഷ്യരെ ഭിന്നിപ്പിക്കുക. എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച കാണുമ്പോഴേക്കും ആടുന്ന കുറെ സാമുദായിക വോട്ടുകൾ അങ്ങനെ അവിടെ ഉണ്ടെന്ന് അയാൾക്കറിയാം. അപ്പോ ഇലയിട്ട് കൊടുത്താൽ ചാടിക്കടിക്കുന്ന കുറെ ആടുകളുണ്ട് എന്നും അയാൾക്കറിയാം. അതുകൊണ്ട് അതിനു പറ്റിയ നമ്പറുകൾ ഇറക്കും. എന്നിട്ടോ അധികാരത്തിലേക്ക് പോവുക. മനുഷ്യന് ഉപകാരം ഇതൊക്കെ പോട്ടെ. ഇപ്പോ സർക്കാരിന്റെ വാർഷികാഘോഷം നടക്കുകയാണ്. 100 കോടിയുള്ള വാർഷികാഘോഷം മുഴുവൻ കോടാണ്. അവിടെ എന്താണ്, കാസർഗോഡ് നിന്ന് തുടങ്ങിയപ്പോ മാർപ്പാപ്പ മരിച്ചു. കണ്ണൂരിൽ വന്നപ്പോ കൊല്ലത്ത് 2 ആളെ കുത്തിക്കൊന്നു. ആ വാർത്ത അതും കൊണ്ടുപോയി. അത് കഴിഞ്ഞ് വയനാട്ടിലെത്തിയപ്പോഴേക്കോ ഓരോ ദിവസവും ഓരോ വാർത്തകൾ വന്നിട്ട് ആ വാർത്തകൾ മുഴുവൻ ദുരന്തം. ഇയാൾ കാല് കുത്തിയത് മുതൽ ഒരു എന്തെല്ലാം പൊട്ടത്തരങ്ങൾ രാജ്യത്ത് ഈ യൂട്യൂബ് തുറന്നാൽ കാണുന്നുണ്ട് നിങ്ങൾ. പല ജാതി അസംബന്ധങ്ങൾ, ഓരോരുത്തന്മാരും മതത്തിന്റെ പേരും പറഞ്ഞ് വന്നിട്ട് പോലും ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്ന ഒരു നാട്ടിൽ ഒരു മനുഷ്യൻ പച്ചക്ക് ഈ കഷ്ടപ്പാടും ദുരന്തവും മുഴുവൻ മനുഷ്യന്റെ മുകളിൽ അടിച്ചേൽപ്പിച്ചിട്ട് അതുവരെ മനസ്സിലാവില്ലേ സഹോദരന്മാരെ? നമുക്ക് അത് ഇയാൾ വന്ന മുതൽ നമ്മൾ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിക്കോ. ഏത് ദുരിതം ഇനി വരാനുള്ളത്? ഏത് വെള്ളപ്പൊക്ക വരാനുള്ളത്? ഇനി ആരാ ഒലിച്ചു പോകാനുള്ളത്? ഇനി ഏത് കൊറോണ വരാനുള്ളത്? ഇയാള് കാല് കുത്തിയത് മുതൽ നാശാണ് ഈ നാട്ടില്. എന്തെല്ലാം ദുരന്തങ്ങളാണ് ഒരു നാട്ടിലുണ്ടായത്. എന്നിട്ട് ആ സർക്കാരിന്റെ 9ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് 100 കോടിയോളം 500 ബോർഡാണ് ഇയാള് വെക്കാൻ തീരുമാനിച്ചത്. മനുഷ്യന്റെ സ്വസ്ഥത കെടുത്താനുള്ള 500 ബോർഡാണ്. രാവിലെ എണീച്ചിട്ട് ഇച്ചങ്ങായിന്റെ മോന്ത കണ്ടാൽ തന്നെ ആ ദിവസം പോകൂലേ? ആലോചിക്കോക്കള്. അയാൾ ഒന്നാ പിന്നെ ഉപദ്രവിക്കാതെ എന്നിട്ടും ജനത്തിന് മനസ്സിലാകുന്നില്ല. 500 ബോർഡ്, അതിന് എത്ര പൈസ ചെലവെന്ന് ഞങ്ങൾ 15 കോടി ഉറുപ്പിയാണ്. എന്നാ ഫോട്ടോങ്കിലും കാണാതിരുന്ന അത്ര നേരം മനസ്സമാധാനം നാട്ടുകാർക്ക് ഉണ്ടാവില്ലേ? അതുമില്ല. ആ ഫോട്ടോ വെക്കാൻ. എന്നിട്ട് 100 കോടിയോളം ചെലവ്. ആശാ വർക്കർമാർക്ക് പൈസ കൊടുക്കാനുണ്ടോ? സർക്കാരിന്റെ കയ്യിലില്ല. സ്കൂളിൽ കുട്ടികൾക്ക് കഞ്ഞി വെക്കാൻ പൈസ ഉണ്ടോ? ഇല്ല. അംഗൻവാടിയിലെ പാവങ്ങൾക്ക് ഓണർ ചെയ്യാൻ കൊടുക്കുവോ? കൊടുക്കാൻ പൈസ ഇല്ല. സംഭരിച്ച നെല്ലിന് കർഷകർക്ക് പൈസ കൊടുക്കുവോ? കൊടുക്കാൻ ഓരോ കയ്യിൽ പൈസ ഇല്ല. ക്ഷേമനിധിയുടെ പെൻഷൻ കൊടുക്കാൻ എന്തെങ്കിലും പൈസ സർക്കാരിന്റെ കയ്യിലുണ്ടോ? 1 ഉറുപ്പ്യ ഖജനാവിലില്ല. സാമൂഹിക പെൻഷൻ കൊടുക്കാൻ പൈസ ഉണ്ടോ? അതും കൊടുക്കാനില്ല. ആശുപത്രിയിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ജീവൻ രക്ഷാ മരുന്ന് വാങ്ങാൻ പൈസ ഉണ്ടോ? സർക്കാരിന്റെ കയ്യിൽ 10 ഉറുപ്പ്യ ഇല്ല. ഡയാലിസിസ് ചെയ്യാൻ പോകുന്ന രോഗികൾക്ക് കൊടുക്കുന്ന പൈസ ഉണ്ട് ഇവിടെ. ആ പൈസ കൊടുക്കാനുണ്ടോ? ഇല്ല. അതിനൊന്നും പൈസ ഇല്ല. 1 ഉറുപ്പ്യ ഇല്ല. അപ്പോഴാണ് 100 കോടി 200 കോടി മുടക്കിയിട്ട് ആഘോഷം. സർക്കാർ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നീന്തൽ കുളം ഉണ്ടാക്കാൻ പൈസ ഉണ്ടോ? അതിനൊക്കെ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. അതിന് വിഷമമൊന്നുമില്ല.